ഹലോ ഗായ്സ്, വെൽക്കം ടു മൂവീസ് കേരള. ഏറ്റവും പുതിയ മൂവീസിൻ്റെ ലേറ്റസ്റ്റ് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം പുതിയ അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തിടുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ക്രിസ്മസ് റിലീസായി തിയേറ്ററുകളിലെത്തിയ മോഹൻലാൽ ചിത്രം നേരെ ബോക്സ് ഓഫീസ് കീഴടക്കുന്നു. സിനിമയുടെ ആഗോള കളക്ഷൻ 30 കോടി പിന്നിട്ട് കഴിഞ്ഞു. ശനി, ഞായർ, തിങ്കൾ ദിവസങ്ങളിൽ റെക്കോർഡ് കളക്ഷനാണ് തിയേറ്ററുകളിൽ നിന്നും ചിത്രം നേടിയത്. വിദേശത്തു നിന്നും സിനിമയ്ക്ക് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്. ട്രേഡ് അനലിസ്റ്റ് AB ജോർജാണ് കളക്ഷൻ വിവരങ്ങൾ പുറത്തുവിട്ടത്. ഈ വർഷം ജനുവരിയിൽ റിലീസ് ചെയ്ത എലോണിന് ശേഷം തിയേറ്ററുകളിലെത്തുന്ന ഒരു മോഹൻലാൽ ചിത്രമാണ് നേര്. രജനീകാന്ത് ചിത്രം ജയിലറിലെ മോഹൻലാലിന്റെ അതിഥിവേഷവും ആരാധകർ ആഘോഷമാക്കിയിരുന്നു. അഭിഭാഷകനായി എത്തുന്ന മോഹൻലാലിന്റെ ത്രസിപ്പിക്കുന്ന പ്രകടനമാണ് ചിത്രത്തിന്റെ ഹൈലൈറ്റ് എന്നും പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നു. അനശ്വര രാജിന്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച പ്രകടനമാണ് ഈ സിനിമയിലേതെന്നും റിപ്പോർട്ടുണ്ട്. ജിത്തു മോഹൻലാൽ കൂട്ടുകെട്ട് ഒന്നിക്കുമ്പോൾ പ്രതീക്ഷകൾ ഏറെയായിരുന്നു. ആ പ്രതീക്ഷകൾക്ക് കോട്ടം തട്ടിയില്ല എന്നാണ് പ്രേക്ഷക പ്രതികരണങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. ഇമോഷണൽ കോർട്ട് റൂം ഡ്രാമയായി ചിത്രത്തെ അവതരിപ്പിക്കുന്നതിൽ ജിത്തു 100% വിജയിച്ചുവെന്നും പ്രേക്ഷകർ പറയുന്നു. സിദ്ദിഖാണ് കയ്യടി നേടുന്ന മറ്റൊരു താരം. കോടതിയും വ്യവഹാരവും നിയമയുദ്ധവുമൊക്കെ തികച്ചും റിയലിസ്റ്റിക്കായി അവതരിപ്പിക്കുന്ന ഒരു ലീഗൽ ത്രില്ലർ ഡ്രാമ പ്രേക്ഷകരെ ഉദ്യോഗത്തിന്റെ മുൾമുനയിൽ നിർത്തുന്നു. അതോടൊപ്പം ഈ ചിത്രം ശക്തമായ കുടുംബ ബന്ധങ്ങളിലൂടെയും സഞ്ചരിക്കുന്നുണ്ട്. പ്രിയാമണി, നന്ദു, ദിനേശ് പ്രഭാകർ, ശങ്കർ ഇന്ദുചൂടൻ, മാത്യു വർഗീസ്, കലേഷ്, രമാദേവി, കലാഭവൻ ജിൻഡോ, രശ്മി അനിൽ, ഡോക്ടർ പ്രശാന്ത് എന്നിവരും ഈ ചിത്രത്തിലെ പ്രധാന അഭിനേതാക്കളാണ്. ശാന്തി മായാദേവിയും ജിത്തു ജോസഫും ചേർന്നാണ് നേരിന്റെ തിരക്കഥ രചിച്ചിരിക്കുന്നത്. വിനായക് ശശികുമാറിന്റെ വരികൾക്ക് വിഷ്ണു ശ്യാം ഈണം പകർന്നിരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക.